രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 6ാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ്. 1ാമത്തെ ശ്ലോകമാണ്. അതേ കണക്ക് നിങ്ങൾ 7-ാം തീയതി കണ്ട നാരായണീയം അത് ഞാൻ 7-ാം തീയതിയിലേക്കാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ യൂട്യൂബിൽ ഡേറ്റ് സെറ്റ് ചെയ്തപ്പോൾ എങ്ങനെയോ ഒരു മിസ്റ്റേക്ക് പറ്റി 1-ാം തീയതി ആയിപ്പോയി. ചൊവ്വാഴ്ച റിലീസായി. ഞാനത് അറിയുന്നില്ല. 189 പേരത് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ കണ്ണൂരുള്ള ഒരു അശ്വനെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, സാറേ ഇതേ കണക്ക് നാരായണീയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാനത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷമാണ് 7-ാം തീയതി തിങ്കളാഴ്ച അത് നമ്മൾ 2ാമത് റിലീസ് ചെയ്തത്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഇത് ചൊവ്വാഴ്ച കണ്ടതാണല്ലോ എന്ന്. അത് ബൈ മിസ്റ്റേക്കിൽ അങ്ങനെ പറ്റിയതാണ്. അപ്പം നാരായണീയത്തിൻ്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സും ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകി രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾ കാണുക. 124 എപ്പിസോഡ് കഴിഞ്ഞു. നിങ്ങൾ 124 തൊട്ട് കാണുക. പോയ എപ്പിസോഡുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. അതേ കണക്ക് തന്നെ നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് നിശ്ചയമായും കാണണം. വീട്ടിൽ അഷ്ടപതി ചൊല്ലുമ്പോൾ ധനധാന്യ സമൃദ്ധി, പ്രണയ സാഫല്യം, നാരായണീയം ചൊല്ലുമ്പോൾ ആരോഗ്യം. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നേരിട്ട് വന്ന് പഠിക്കേണ്ടവർക്ക് ഞാൻ കൊല്ലത്താണ്. കൊല്ലത്ത് വന്നാൽ മതി. നിങ്ങൾക്ക് ഇവിടെ ദൂരെ നിന്നൊക്കെ ആൾക്കാരുണ്ട്, സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 എന്നെ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ജ്യോതിഷം തികച്ചും സൗജന്യമായിരിക്കും. പിന്നെ നിങ്ങൾ അഷ്ടാവക്ര ഗീത കാണണം പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത്. ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ കാണേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അവിടുത്തെ വഴിപാടുകൾ, അതിനെക്കുറിച്ചുള്ള എല്ലാ ചരിത്രങ്ങളും അവിടെ എങ്ങനെ എത്തിച്ചേരണമെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ കാണുക. പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ കാണുമല്ലോ. അതേ കണക്ക് തന്നെ നമ്മുടെ കൃഷ്ണപ്രിയ രാധാകവചം പാടിയിട്ടിട്ടുണ്ട്. 2 രാധാകവചമുണ്ട്. അത് 2ഉം വേണം. ഈ രാധികാ കവചം 2ഉം ചൊല്ലിയിട്ട് രാധാ സഹസ്രനാമം ചൊല്ലിയാലേ പ്രയോജനമുള്ളൂ എന്ന സത്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ രാധാ സഹസ്രനാമം ചൊല്ലിയിട്ട് കാര്യമില്ല. 2 രാധികാ കവചവും നിങ്ങൾ ചൊല്ലണം.
രാധാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ഉടനെ തുടങ്ങുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം നമോ നാരായണായ. ഓം രാധാവല്ലഭായ സ്വാഹ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ. ഓ രാധേ രാധേ. 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 ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മാക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്ക് ജയ്. അപ്പോൾ നമ്മൾ നാരായണീയം ആരംഭിക്കാൻ പോവുകയാണ്. 6ാമത്തെ ദശകമാണ്. അതിനു മുമ്പ് ഒന്ന് പറയട്ടെ, കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളത് കാണണേ. അതേ കണക്ക് ഉപനിഷത്തിന്റെ ക്ലാസ് ഉടനെ ആരംഭിക്കുന്നു. ഉപനിഷത്ത് അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിശ്ചയം അത് പഠിക്കണം. ഉപനിഷത്ത് പഠിക്കണം. അതും മരണത്തെ തലനാരിഴ കീറി പരിശോധിക്കുന്ന കഠോപനിഷത്താണ് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഡേറ്റ് ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ നാരായണീയം പാടിത്തരുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട രാധേ രാധേ ചാനലിൻ്റെ പ്രിയങ്കരിയായി മാറിയ സാക്ഷാൽ കൃഷ്ണശ്രീയാണ്. ഒരുപാട് ടാലൻ്റ് ഉള്ള ആളാണ് കൃഷ്ണശ്രീ. ശരിക്കും പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ് കൃഷ്ണശ്രീ എന്നറിയുക. ജനം ടി വിയിൽ പാടൂ നേടൂ എന്ന് പറയുന്ന അതേ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതിൻ്റെ വിജയിയാണ് കൃഷ്ണശ്രീ എന്നറിയുക. ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസിൻ്റെ സെമി ഫൈനലിസ്റ്റാണ് കൃഷ്ണശ്രീ. മിടുക്കിയാണ്, ബഹുമിടുക്കിയാണ്. ഫ്ലവേഴ്സ് TV മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണശ്രീ. പിന്നെ പ്ലേബാക്ക് സിംഗറാണ്, ഉഗ്രൻ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് പെർഫോമറാണ്. 8 വർഷമായിട്ട് മ്യൂസിക് രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ടീച്ചറാണ്, വോക്കൽ ട്രെയിനറാണ്. മനസ്സിലായില്ലേ? എന്ന് മാത്രവുമല്ല, റിയാലിറ്റി ഷോകളിൽ മിക്ക സ്റ്റുഡൻറ്റുകളും നമ്മുടെ കൃഷ്ണശ്രീയുടെ സ്റ്റുഡൻ്റാണ്. കൃഷ്ണശ്രീ പരിശീലിപ്പിക്കുന്ന സ്റ്റുഡൻറ്റുകളാണ് ഇന്നത്തെ റിയാലിറ്റി ഷോകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ കൃഷ്ണശ്രീ ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അമേരിക്കയിലും അതേ കണക്ക് ലണ്ടനിലും കാനഡയിലും ഒക്കെ ഇരുന്ന് ആൾക്കാർക്ക് ഈ മ്യൂസിക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, സംഗീതം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പലരുടെയും മക്കള് ഓൺലൈനിലൂടെ സംഗീതം അഭ്യസിച്ച് ഇതേ കണക്ക് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വിജയികളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെ വേണമെങ്കിൽ നമ്മുടെ കൃഷ്ണശ്രീയുടെ അടുത്ത് ചേർത്ത് പഠിപ്പിക്കാം. കൃഷ്ണശ്രീ പാടുന്ന ആ വീഡിയോ ഉണ്ട്. കൃഷ്ണശ്രീ പാടുന്ന ആ വീഡിയോയിൽ ഞാൻ കൃഷ്ണശ്രീയുടെ ഫോൺ നമ്പരും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച, മൂകാംബികാദേവി വിരൽ തൊട്ട് അനുഗ്രഹിച്ച ഒരു ഉഗ്രൻ കലാകാരിയാണ് ആരെന്ന് പറയുന്നത് കൃഷ്ണശ്രീ. കൃഷ്ണശ്രീയുടെ അടുത്ത് പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ചേർന്നുകൊള്ളൂ. നിങ്ങൾ പാട്ട് പഠിച്ചുകൊള്ളൂ. രാധേ രാധേ ചാനലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കൃഷ്ണശ്രീക്ക് രാധേ രാധേ ചാനലിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശീർവാദങ്ങളും നന്നായി വരട്ടെ. വളരെ വലിയ പിന്നണി ഗായികയായി മാറട്ടെ. റിയാലിറ്റി ഷോകളിൽ കൃഷ്ണശ്രീയുടെ കുട്ടികൾ 1ഉം 2ഉം സമ്മാനങ്ങൾ വാരിക്കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൃഷ്ണശ്രീ അതിഗംഭീരമായി പാടുന്നത് കേട്ടുകൊള്ളൂ. അതും കൃഷ്ണശ്രീക്ക് ഞാൻ വിളിച്ചു പറയുന്ന അവസരത്തിൽ ശബ്ദമൊക്കെ പോയിരിക്കുകയായിരുന്നു, ജലദോഷവും ഒക്കെ വന്ന്. എന്നിട്ടും 2-3 ദിവസം വെയിറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ശബ്ദം നല്ലതുപോലെ ക്ലിയർ ആയില്ല. എന്നിട്ടും എനിക്ക് വേണ്ടി ഇത് പാടി തന്നേത്. അതുകൊണ്ട് കൃഷ്ണശ്രീക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൃഷ്ണശ്രീ പാടുന്നത് കേട്ടുകൊള്ളൂ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ
പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മം. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ, നിങ്ങൾക്ക് മുമ്പും തന്നെ പ്രിയങ്കരിയായിരുന്ന കൃഷ്ണശ്രീ അതിമനോഹരമായിട്ടത് പാടിയത് കേട്ടല്ലോ. ഇനി നമുക്ക് ശ്ലോകം പഠിപ്പിച്ചു തരാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. ഏവം, ഏവം ഇപ്രകാരം, അർത്ഥം എഴുതിക്കോ. ഏവം സമം ഇപ്രകാരം. ചതുർദശ 14, ചതുർദശ 14. ജഗന്മയതാം, ജഗന്മയതാം ലോകങ്ങളുടെ രൂപത്തിലുള്ള, ലോകങ്ങളുടെ രൂപത്തിലുള്ള. ഗതസ്യ, ഗതസ്യ പ്രാപിച്ച, ഗതസ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രാപിച്ച. പാതാളം, അത് നമ്മുടെ പാതാള ലോകം, പാതാളം പാതാള ലോകം. ഈശ, അർത്ഥം എഴുത് ഈശ്വരനായവനെ, ഈശ ഈശ്വരനായവനെ. തവ അങ്ങയുടെ, പാദതലം പാദങ്ങളുടെ അടിഭാഗം, പാദങ്ങളുടെ അടിഭാഗം. വദന്തി പറയുന്നു, അടിഭാഗത്തെ വദന്തി പറയുന്നു. അപ്പം പാതാളം, അതായത് ഇവിടെ പാതാളം അധികം വദന്തി എന്ന് കൂട്ടിച്ചേർത്ത് പറയണം. വദന്തി വേറൊരിടത്തും പാതാളം വേറൊരിടത്തുമാണ്. സംസ്കൃതം അങ്ങനെയാണ്, നമ്മളെ മലയാളം കണക്ക് അടുത്ത് കൊടുക്കത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ പാതാളം വദന്തി, പാതാളം എന്നു പറയുന്നു. അടുത്തത് ഊർധ്വം, ഊർധ്വം മുകൾ ഭാഗം, മുകൾ ഭാഗം. പാദോർധ്വദേശം, പാദോർധ്വദേശം എന്ന് പറഞ്ഞാൽ പാദങ്ങളുടെ മുകൾ ഭാഗത്തെ, പാദങ്ങളുടെ മുകൾ ഭാഗത്തെ. രസാതലം, രസാതലം എന്ന് പറയുന്നു. ഗുൽഫദ്വയം, 2 കണങ്കാലികളെ, ഗുൽഫം കണങ്കാലി, 2 കണങ്കാലികളെ. ഖലു മഹാതലം, മഹാതലം എന്നത്രേ, ഖലു മഹാതലം, മഹാതലം എന്നത്രേ. അത്ഭുതാത്മാൻ, അത്ഭുതാത്മാവായവനെ. അപ്പൊ നിങ്ങൾ അർത്ഥം എഴുതിയല്ലോ. ഇനി ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം പറയാം. അത്ഭുതാത്മാവായ ഈശ്വരനായ, അല്ലയോ ഗുരുവായൂരപ്പ. നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഗുരുവായൂരപ്പ, അത്ഭുതാത്മാവായ ഗുരുവായൂരപ്പ, ഈശ്വരനായ സർവേശ്വരനായ ലോകേശ്വരനായ എൻ്റെ ഗുരുവായൂരപ്പ. ഇപ്രകാരം 14 ലോകങ്ങളിലായി രൂപം പൂണ്ട നിന്തിരുവടിയുടെ, അല്ലയോ ഗുരുവായൂരപ്പ, 14 ലോകങ്ങളും തന്നിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ശരീരരൂപം, വിരാട് രൂപം പൂണ്ട അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ പാദങ്ങളുടെ അടിഭാഗം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളുടെ അടിഭാഗം 14 ലോകങ്ങളിൽ ഒന്നാണ്. കാരണം ഈ 14 ലോകങ്ങളും ഭഗവാന്റെ ദേഹമാണ്. ഭഗവാന്റെ ദേഹത്തുണ്ട് ഈ 14 ലോകങ്ങളും. അതാണ് വിരാട് രൂപം. അതുകൊണ്ടാ കവി പറയുന്നത്, അത്ഭുതാത്മാവേ, അത്ഭുതാത്മാവായ എൻ്റെ പൊന്നു ശ്രീ ഗുരുവായൂരപ്പ, സർവേശ്വരനായ ഗുരുവായൂരപ്പ, 14 ലോകങ്ങളും തൻ്റെ ദേഹത്തിലടക്കിയവനെ, ഓരോ അവയവങ്ങളിലും ഓരോ ലോകത്തെ തുടിപ്പിച്ചു നിർത്തുന്നവനെ, കണ്ണ കാർമുകിൽ ഒളിവർണ്ണ, അങ്ങയുടെ പാദം, അങ്ങയുടെ പാദത്തിൻ്റെ, നിന്തിരുവടിയുടെ പാദത്തിൻ്റെ അടിഭാഗം ഒരു ലോകമാണ്. ആ ലോകമാണ് ഭഗവാനെ പാതാളമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ലീലാലോലുവനേ, ലീലകളാടാൻ ഇഷ്ടപ്പെടുന്നവനേ,
ഗോപീജന വല്ലഭ രാധാ വല്ലഭ, നിന്തിരുവടിയുടെ പാദങ്ങളുടെ മുകൾ ഭാഗം അത് മറ്റൊരു ലോകമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതല്ലേ ഭഗവാനെ രസാതലമെന്ന ലോകം. അതാണ് ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയുടെ പാദത്തിൻ്റെ അടിഭാഗം പാതാള ലോകത്തിലെ, അതായത് അങ്ങയുടെ പാദത്തിൻ്റെ അടിഭാഗം ഒരു ലോകമാണ്, അധോലോകത്തിലെ ഒന്നാണ്, അത് പാതാളമാണ്. ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദത്തിൻ്റെ അടിഭാഗം ഒരു ലോകമാണെങ്കിൽ മുകൾ ഭാഗം മറ്റൊരു ലോകമായല്ലേ പറ്റൂ. ആ മുകൾ ഭാഗത്തെയാണ് രസാതലമെന്ന് പറയുന്നത്. ഭഗവാനെ, പാദം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കണങ്കാലല്ലേ ഭഗവാനെ. അങ്ങയുടെ ആ കണങ്കാലുകൾ അത് അടുത്ത ലോകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതാണ് മഹാതലം എന്ന ലോകം. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, എൻ്റെ പൊന്ന് ഭഗവാനെ എന്ന് നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ദേഹത്തെ ഓരോ ഭാഗങ്ങളും ഓരോ ലോകമാണ്. പാദത്തിൻ്റെ അടിഭാഗം പാതാളം, പാദത്തിൻ്റെ മുകൾ ഭാഗം ഏതാണ്? രസാതലം. അതേ കണക്ക് തന്നെ കണങ്കാലുകള് മഹാതലമെന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് ഒന്നാമത്തെ വരി ഒന്ന് നോക്കേ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ, അതാണ് ഏവം ഇപ്രകാരം, ചതുർദശം 14 ജഗന്മയതാം ലോകങ്ങളുടെ രൂപത്തിലുള്ള ഗതസ്യ പ്രാപിച്ച, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 5ാമത്തെ ദശകത്തിൽ ഭഗവാൻ 14 ലോകങ്ങളും തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാക്കി വിരാട് രൂപം സ്വീകരിച്ചു എന്ന് 5ാമത്തെ ദശകത്തിൽ പറഞ്ഞു. നിങ്ങളെ ഞാനത് പഠിപ്പിച്ചതാണ്. ഭഗവാൻ ഹിരൺമയമായ ഒരു അണ്ഡം സൃഷ്ടിച്ചു. ഹിരൺ സ്വർണമയമായ, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള മുട്ടയുടെ ആകൃതിയുള്ളതാണ് അണ്ഡം. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹിരൺമയമായ അണ്ഡം സൃഷ്ടിച്ചു. ആ അണ്ഡം പ്രളയജലത്തിൽ 1000 സംവത്സരമങ്ങനെ സ്ഥിതി ചെയ്തു. അതിനുശേഷം ഭഗവാൻ അതിനെ 2ആയിട്ട് മുറിച്ചൊരു രൂപം സ്വീകരിച്ചു. ആ രൂപമാണ് വിരാട് രൂപം. ഈ 14 ലോകങ്ങളും വിളങ്ങി നിന്ന രൂപം. അസംഖ്യം കൈകളും പാദങ്ങളും ശിരസ്സുകളും മറ്റവയവങ്ങളും എല്ലാം ചേർന്ന് ഒരു വിരാട് രൂപമുണ്ടായി. ഇത് 5ാം ദശകത്തിൽ പറഞ്ഞതാണ്. അതിനെ ഇവിടെ ഒന്നും കൂടെ കവി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ആ ഹിരൺമയ അണ്ഡം പിളർന്ന് 14 ലോകങ്ങളെയും തന്നിലേക്ക് ഒതുക്കി വിരാട് രൂപം കൊണ്ട് ഈ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ശ്രീകൃഷ്ണ, അത്ഭുതപ്പെടുത്തിയ ഞങ്ങളുടെ ഗുരുവായൂരപ്പ, അത്ഭുതങ്ങളുടെ കേന്ദ്രമായ പൊന്നു ഭഗവാനേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഗുരുവായൂരപ്പ ഞങ്ങളെ കാത്തുകൊള്ളണേ. അങ്ങയെ ഞങ്ങൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇനി നമുക്ക് 2ാമത്തെ വരിയിലേക്ക് കിടക്കാം. നോക്കിക്കൊള്ളൂ. പാതാളമീശ തവ പാദതലം വദന്തി. ഈശ, ഈശനായവനെ. പാതാളം നമ്മുടെ പാതാള ഭൂമി. അപ്പോൾ പാതാളം അത് ഭൂമിക്കടിയിലുള്ള ഭാഗമാണ് പാതാളം. ഈശ, ഈശ എന്ന് പറഞ്ഞാൽ ഈശ്വരനായവനെ. തവ, തവ അങ്ങയുടെ പാദതലം പാദങ്ങളുടെ അടിഭാഗത്തെ വദന്തി പറയുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാതാളം വദന്തി എന്നാ ചേർത്ത് പറയേണ്ടത്. പാതാളമെന്ന് പറയുന്നു. അതായത് ശരിക്കും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ സ്ഥൂല ശരീരം, 2 ശരീരമുണ്ട്. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. അപ്പം നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന എൻ്റെ ഈ ശരീരത്തെയാണ് സ്ഥൂല ശരീരമെന്ന് പറയുന്നത്. അതുപോലെ ഭഗവാന്റെ സ്ഥൂലമായ ശരീരം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ശരീരം എങ്ങനെ ഉണ്ടായി എന്ന് ആര് പറഞ്ഞു? ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തന്നു. അതിന് വിരാട് പുരുഷന്റെ ഉൽപ്പത്തിയായിട്ട് വർണ്ണിച്ചു. ഭഗവാന്റെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥൂല ശരീരം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വിരാട് പുരുഷന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ
നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്ന ആ അത്ഭുത ശരീരം ഉണ്ടല്ലോ, ഭഗവാന്റെ അത്ഭുത ശരീരം, അതിൻ്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഭക്തന്മാർക്ക് ഉപാസിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം വിവരിക്കുകയാണ് കവി ഇതിലൂടെ ചെയ്യുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരത്ത് ഈ 14 ലോകങ്ങളുമുണ്ട്. അപ്പൊ ഭട്ടതിരിപ്പാട് പറയുകയാണ്, അല്ലയോ കൃഷ്ണഭക്തരെ, ഭഗവാന്റെ ഓരോ അവയവങ്ങളെയും പൂജിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അപ്പം ഭക്തന്മാർക്ക് വേണ്ടി നിങ്ങൾ ഭഗവാന്റെ പാദം, കണങ്കാല്, മുട്ട്, തുട, ഉദരം, മനസ്സിലായില്ലേ, മാറിടം, അങ്ങനെ ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇതാണ് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാന്റെ സ്വരൂപത്തിൽ ദർശിക്കുന്ന ഈ വിരാട് പുരുഷ സങ്കല്പം, ഇതാണ് ഹിന്ദുക്കളുടെ ഭക്തിയോഗത്തിൻ്റെ അടിസ്ഥാന ശില. ഹിന്ദുക്കളുടെ ഭക്തിയോഗത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനാണെന്ന് കരുതുന്നു. ആ രൂപം വിരാട് രൂപമാണെന്ന് പറയുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാനാണ്, ഭഗവാൻ അല്ലാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഹിന്ദുക്കള് കല്ലിനെയും പാമ്പിനെയും ഒക്കെ ആരാധിക്കുന്നത്. കാരണം കല്ല് ഈ പ്രപഞ്ചത്തിലുള്ളതാ, അത് ഭഗവാനാ. പാമ്പും ഈ പ്രപഞ്ചത്തിലുള്ളതാ, അത് ഭഗവാനാ. ഭഗവാൻ പല പല രൂപത്തിൽ വരും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപങ്ങൾ മൂത്തു വരുമ്പോൾ ഒരുവനെ പാമ്പിന്റെ രൂപത്തിലായിരിക്കും വന്ന് കൊല്ലുന്നത്. അതാണ് എൻ്റെ, ഒരുവനെ സിംഹത്തിന്റെ രൂപത്തിൽ വന്ന് കൊല്ലും. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഭഗവാനാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് 33 ദൈവങ്ങളെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഭക്തിയോഗത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഞങ്ങളുടെ ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് മുഴുവനും ഞങ്ങളുടെ ഭഗവാനാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ കല്ലിനെയും ഞങ്ങൾ ആരാധിക്കും, മരത്തെ ആരാധിക്കും, നദിയെ ആരാധിക്കും, പർവ്വതത്തെ ആരാധിക്കും, പാമ്പിനെ ആരാധിക്കും, പുഴുവിനെയും ആരാധിക്കും, പല്ലിയെ ആരാധിക്കും. അല്ലേ, നമ്മൾ പല്ലിക്ക് വരെ ഏതുണ്ട്, ക്ഷേത്രമുണ്ട്. ഇതറിയാൻ വയ്യാത്തവർ, അവരെ മൂഢന്മാരെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അവരാണ് നമ്മൾ കല്ലിനെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. അറിവില്ലായ്മയാണ്, അത്രയേ ഉള്ളൂ അതിൻ്റെ കാരണം. അപ്പോൾ ഭാരതീയ തത്വചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരം ഉൾക്കൊള്ളുന്നു, അത് വിരാട് രൂപമെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വേദപ്രണീതമായ പുരുഷ സൂക്തമാണ് ഈ സങ്കല്പത്തിന് അടിസ്ഥാനം. വേദപ്രണീതമായ പുരുഷ സൂക്തം എന്ന സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ്, പ്രപഞ്ചത്തെ മുഴുവൻ ഞങ്ങൾ ആരാധിക്കും. കാരണം പ്രപഞ്ചത്തിലെ എന്തിനെ ആരാധിച്ചാലും അത് ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. 7 അധോലോകങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും താഴെ നിന്ന് ഭട്ടതിരിപ്പാട് ആരംഭിക്കുകയാണ്. ആദ്യം പാതാളം, പിന്നെ രസാതലം, മൂന്നാമതായിട്ടുള്ളതാണ് മഹാതലം. അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളെ നിങ്ങൾ ആരാധിക്കണം എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളെ നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട് ആരാധിക്കണം? കണ്ണൻ്റെ പാദങ്ങളുടെ അടിഭാഗമാണ് പാതാള ലോകമെന്നറിയപ്പെടുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ പാദത്തിൻ്റെ അടിഭാഗമാണ് പാതാള ലോകമെന്നറിയപ്പെടുന്നത്. അതിന് നാഗലോകമെന്നും പേരുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണില്ലേ. അനന്തനെന്ന ആദിശേഷൻ വസിക്കുന്നത് ഈ പാതാളത്തിൻ്റെ മൂലസ്ഥാനത്താണെന്നറിയണം. പാതാളത്തിൻ്റെ മൂലസ്ഥാനത്താണ് അനന്തനെന്ന ആദിശേഷൻ വസിക്കുന്നത്. അതുകൂടാതെ വാസുകി തുടങ്ങിയ ഉഗ്രവിഷമുള്ള പാമ്പുകൾ, വാസുകി, ശ്വേതൻ, ശംഖൻ, മഹാശംഖൻ, ധനജ്ഞയൻ, ഇങ്ങനെ ഉഗ്രവിഷമുള്ള പാമ്പുകളും സർപ്പങ്ങളുമൊക്കെ ഈ പാതാളത്തിലാണ് താമസിക്കുന്നത്.
അപ്പം ആലോചിക്കുക, നാഗങ്ങളും ഉഗ്രവിഷമുള്ള പാമ്പുകളും അതോടൊപ്പം സാക്ഷാൽ ആദിശേഷനും ഇതൊക്കെ എവിടാ വസിക്കുന്നത്? ഭഗവാന്റെ പാദത്തിന്റെ അടിയിലാണ് വസിക്കുന്നത്. കണ്ട, ഇവരെല്ലാം വസിക്കുന്നത് ഭഗവാന്റെ പാദത്തിന്റെ അടിയിലാണ്. ആ പാദത്തെ നമ്മൾ വന്ദിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിലെയൊക്കെ പറയത്തില്ലേ, നീ കള്ളം പറയരുത്, നീ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ നിന്നെ പിടിച്ച് നരകത്തിലിടും എന്ന് പറഞ്ഞാൽ ഈ പാതാളമാണ്. നിന്നെ പിടിച്ച് നരകത്തിലിടും, അവിടെ പാമ്പുകളുണ്ട്, കൊത്തും, തിളച്ച എണ്ണയുണ്ട്, അതിനകത്ത് മുക്കിയെടുക്കും എന്നൊക്കെ കൊച്ചിലെ നമുക്ക് അമ്മമാര് പറഞ്ഞു തരാറുണ്ട്. ആധുനിക കാലഘട്ടം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും അങ്ങ് വലിയ പുരോഗമനവാദികളാവുകയും ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി അതിൻ്റെ അച്ഛനോട് ചെന്നിട്ട്, അച്ഛാ നരകത്തിൽ പാതാളത്തിൽ തിളച്ച എണ്ണയുണ്ടോ അച്ഛാ, നമ്മളെ അതിനകത്തിട്ട് മുക്കിയെടുക്കുമോ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും, ചുമ്മാതെ മോളെ, അതൊക്കെ വെറുതെ പറയുന്നു, പാതാളത്തിൽ എന്താ കൊപ്ര ഉണക്കുന്നോ? അതോടുകൂടി കൊച്ചിന് കള്ളം പറയാനുള്ള ലൈസൻസ് കിട്ടി. നമ്മളെ കുഞ്ഞുനാളിൽ കള്ളം പറയാതിരിക്കാൻ, തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ ഒന്ന് പേടിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ഇതെല്ലാം ഇങ്ങനെ സങ്കല്പ രൂപത്തിൽ അവതരിപ്പിച്ചു വെച്ചത്. അപ്പൊ കുഞ്ഞുനാളിൽ നമ്മളെടുത്ത് അങ്ങനെ പറഞ്ഞാൽ കൊച്ചിലെ തൊട്ടേ നമ്മൾ കള്ളം പറയില്ല. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ചിലെ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴോ ഒരു കള്ളം ചെയ്യുമ്പോഴോ നമുക്ക് പേടിയോ, അയ്യോ ഇങ്ങനെ ചെയ്താൽ എണ്ണയിൽ കിടക്കണ്ടേ, പാമ്പെല്ലാം കൂടെ നമ്മളെ കൊത്തത്തില്ലേ, നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ ചൊട്ടയിലെ ശീലം ചുടല വരെ കുറെ കഴിഞ്ഞ് വളർന്നു വലുതായി കഴിയുമ്പോൾ നമുക്കിതൊരു അന്ധവിശ്വാസമാണെന്ന് തോന്നിയാൽ പോലും ഈ ശീലം നമ്മൾ മറക്കത്തില്ല. നമ്മൾ കുഞ്ഞിലേ ശീലിച്ചു വന്നതാണ്. അതിനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അപ്പൊ ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ ശ്രീകൃഷ്ണന്റെ ഭക്തജനങ്ങളെ, ശ്രീകൃഷ്ണന്റെ പാദത്തിന്റെ അടിഭാഗം നിങ്ങൾ ധ്യാനിക്കണം. പാദത്തിന്റെ അടിഭാഗം തൊട്ടു തൊഴണം, അതിനെ മനസ്സിൽ ധ്യാനിക്കണം. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദത്തിന്റെ അടിഭാഗം ഒരു വലിയ ലോകത്തെ ഉൾക്കൊള്ളുന്നു. അതിൻ്റെ പേര് പാതാളമെന്നാണ്. അവിടെ ആദിശേഷൻ തുടങ്ങിയ പാമ്പുകളും അല്ലാതെയുള്ള ധനജ്ഞനും ഇല്ലേ, അങ്ങനെയുള്ള ഉഗ്രവിഷമുള്ള വാസുകി, ഇവരൊക്കെ അവിടെയാണ് കഴിയുന്നത്. സർപ്പങ്ങളുടെ ലോകമാണ് പാതാളം. അതുകൊണ്ട് തൻ്റെ പാദത്തിൻ്റെ അടിയിൽ പോലും അനന്തനെ പോലെയുള്ള സർപ്പത്തിന് തങ്ങാനുള്ള ലോകത്തെയും താങ്ങി നടക്കുന്ന ഭഗവാനേ കൃഷ്ണ, ഞങ്ങളുടെ ഗുരുവായൂരപ്പ, ആ പാദത്തിന്റെ അടിഭാഗത്തെ ഞങ്ങൾ വണങ്ങുന്നേ. ഞാനും രാധേ രാധേ ചാനൽ നാരായണീയം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഗുരുവായൂരപ്പ, നിന്റെ പാദത്തിന്റെ അടിഭാഗം വണങ്ങുന്നേ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. പാദോർത്ഥദേശമഭി ദേവാരസാതലം തേ. പാദം, പാദം ഭഗവാന്റെ പാദം. ഊർധം, അപ്പൊ ഭഗവാന്റെ പാദത്തിന്റെ മുകൾ ഭാഗം, അതാണ് പാദോർത്ഥദേശം. പാദത്തിന്റെ മുകൾ ഭാഗത്തെ രസാതലം തേ. രസാതലം എന്ന് പറയുന്നു. അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നത് ഭഗവാന്റെ ഒരു ലീലയാണെന്നാണ് പറയുന്നത്. ഭഗവാൻ ഒരു രസം, നമ്മൾ പറയത്തില്ലേ, വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പോലെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഒരു ലീലയായിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ലീലയായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദത്തിൻ്റെ അടിഭാഗം പാതാളമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദത്തിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് അധോലോകത്തിലെ രസാതലം എന്ന് പറയുന്ന ഭാഗമാണെന്ന് ഭഗവാനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതാണ് മൂന്നാമത്തെ വരിയുടെ അർത്ഥം. അല്ലയോ ഈ പ്രപഞ്ചം ഒരു തമാശയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ പാദത്തിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് അത് പാതാളമാണെന്നും
അങ്ങയുടെ പാദത്തിൻ്റെ മുകൾ ഭാഗമെന്ന് പറയുന്നത് രസാതലമാണെന്നും ഞങ്ങൾ അറിയുന്നു. ഈ രസാതലത്തിലാണ് അസുരന്മാരും മറ്റു ദാനവന്മാരും അവരുടെ ഗുരുക്കന്മാരും ഒക്കെ വസിക്കുന്നത്. ഒരു ഇരുണ്ട ഗൂഢമായ പ്രദേശവുമാണ്. അതും ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്. ഈ അസുരന്മാരുടെ ലോകത്തിലും നാഗന്മാരുണ്ട്. നമ്മൾ ആലോചിക്കുക, ദേവന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ആരെന്ന് പറയുന്നത്? അസുരന്മാർ. ദേവന്മാർക്ക് അസുരന്മാരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതാകുമ്പോൾ ദേവന്മാർ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ടാണ് ഈ അസുരന്മാരെ കൊല്ലുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഭഗവാനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? കൊല്ലുന്നതും നീയേ കൃഷ്ണ, കൊല്ലിക്കുന്നതും നീയേ കൃഷ്ണ. കണ്ടോ? അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അസുര ലോകം സൃഷ്ടിച്ചതാരാ? ഭഗവാൻ. അസുരന്മാരെ സൃഷ്ടിച്ചതുമാരാണ്? ഭഗവാൻ. എന്തിനാണ് അങ്ങനെ ഭഗവാൻ സൃഷ്ടിച്ചത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് രസിക്കണമെങ്കിൽ നമുക്കൊരു എതിരാളി വേണം. എതിരാളി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? അസുരന്മാരെ സൃഷ്ടിച്ചു, അവനിൽ ആസുരഭാവവും സൃഷ്ടിച്ചു. നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഫുട്ബോൾ കളിക്കണം. ഫുട്ബോൾ കളിക്കാൻ ഇന്ത്യൻ ടീം മാത്രം കളത്തിൽ ഇറങ്ങിയിട്ട് എന്താ ചെയ്യാൻ? ആരെങ്കിലും കാണാൻ പോവോ? ഇന്ത്യൻ ടീം മാത്രം മൈതാനത്തിന്റെ മധ്യത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ? നമുക്ക് രസം വരണമെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളത്തിൽ ഇറങ്ങുമ്പോൾ അപ്പുറത്ത് ശക്തനായ ഒരു എതിരാളി വേണം. ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളത്തിൽ ഇറങ്ങുമ്പോൾ അപ്പുറം പാകിസ്ഥാൻ ആണെങ്കിൽ സ്റ്റേഡിയം നിറഞ്ഞു കവിയും. കാരണം ഒരു ശത്രു വേണം, അപ്പോഴേ കളിക്കാൻ ഒരു സുഖമുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് കളിക്കണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് എങ്ങനെ കളിക്കും? ഒരാൾ വേണ്ടേ? അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, നമുക്കിപ്പം ക്രിക്കറ്റ് കളിക്കാൻ അപ്പുറം പാകിസ്ഥാൻകാരനെ വേണം. അതുപോലെ തന്നെ ഭഗവാൻ, കാരണം എന്തുകൊണ്ട്? അവനാവുമ്പോൾ നമ്മുടെ വീറും വാശിയും ഒക്കെ നമുക്ക് കൂടും. നമുക്ക് ഏത് തരത്തിലും പാകിസ്ഥാനെ അട്ടിച്ചമർത്തി ജയിക്കണമെന്ന് തോന്നും. അപ്പുറത്തൊരു ശത്രു വേണം, അപ്പുറത്തൊരു എതിരാളി വേണം. ഫുട്ബോൾ ആണെങ്കിൽ ഇന്ത്യ കളിക്കാൻ ഇറങ്ങുമ്പോൾ അപ്പുറത്തൊരു എതിരാളി വേണ്ടേ? ഏതെങ്കിലും ഒരു രാജ്യം വേണ്ടേ? എന്നാലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ തനിക്ക് ഒരു ലീലയാടാൻ വേണ്ടി, തന്നോടൊത്ത് കേളികളാടാൻ വേണ്ടി എന്ത് ചെയ്തു? അസുരന്മാരെ സൃഷ്ടിച്ചു. അവരുടെ മനസ്സിനകത്ത് അസുരഭാവവും സൃഷ്ടിച്ചു. എന്നിട്ട് ഇവന്മാരെ കൊണ്ട് ഭഗവാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഭഗവാനെ എതിർപ്പിക്കുന്നത്. ശരിക്കും ഓരോ അസുരനും ഭഗവാനെ എതിർക്കുന്നത് ഭഗവാന്റെ ഇച്ഛയാലാണ്. എന്നിട്ട് അവൻ എതിർത്തുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വരും. ഭഗവാനും അവനുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഒടുവിൽ ഭഗവാൻ അവൻ്റെ ആസുരഭാവത്തെ ഇല്ലാതാക്കുന്നു. എന്നിട്ട് പറയുന്നു, കളിയിൽ ഞാൻ ജയിച്ചു, എങ്കിലും നീ എനിക്ക് എതിരാളിയായിട്ട് വന്നു എന്നെ രസിപ്പിച്ചു, അതുകൊണ്ട് നിനക്ക് മോക്ഷം നൽകുന്നു, വാ എന്നോടൊപ്പം വൈകുണ്ഠത്ത് പോകാം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരെയൊക്കെ കൊന്നിട്ടുണ്ടോ അവർക്കൊക്കെ മോക്ഷം കിട്ടിയെന്നല്ലേ പറയുന്നത്. കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കംസനായാലും ശിശുപാലനായാലും ആരായാലും ശരി തന്നെ, ഇല്ലേ, ബാലവാസുദേവനായാലും ആരായാലും ഭഗവാൻ അവരൊന്നും ശത്രുവല്ല. കാരണം തനിക്കൊന്ന് ലീലകളാടാൻ വേണ്ടി ഭഗവാൻ തന്നെയാണ് ഈ കംസനെ സൃഷ്ടിച്ചത്. ഭഗവാൻ തന്നെയാണ് ശിശുപാലനെയും സൃഷ്ടിച്ചത്. ഭഗവാൻ തന്നെയാണ് ബാലവാസുദേവനെയും, ഭഗവാൻ തന്നെയാണ് ജരാസന്ധനെയും സൃഷ്ടിച്ചത്. എന്നിട്ട് പറഞ്ഞു, അതെ അതെ, നമുക്ക് കളിക്കണമെങ്കിൽ നമുക്ക് തുല്യനായ ഒരു എതിരാളി വേണം. ഇന്നാ നീ ജരാസന്ധൻ. എന്നിട്ട് പറയും, വാ നമുക്ക് കളിക്കാം, ഇനി നമുക്ക് ലീലകളാടാം. എന്നിട്ട് ഭഗവാൻ വന്ന് കംസനെ തോപ്പിച്ചിട്ട് കംസനോട് പറയും, ഞാൻ തന്നെയാണ് നിനക്ക് ഈ അസുരഭാവം തന്നത്, ദാ നിനക്ക് അസുരഭാവം ഞാൻ എടുത്തു മാറ്റി. ഇതിനെയാണ് ഭഗവാൻ കംസനെ കൊന്നു എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മൾ ആലങ്കാരികമായിട്ട് അസുരന്മാർക്ക് കുറേ തലയും ഒക്കെ വെക്കും. പിന്നെ സീരിയലുകാരത് വരുമ്പോൾ എന്ന് അട്ടഹസിച്ചുകൊണ്ട് അസുരൻ ചാടി വരുന്നു, ഭഗവാൻ വെട്ടിക്കൊല്ലുന്നു. ആളുകൾ വിചാരിക്കുന്ന ഇങ്ങനെ വെട്ടിക്കൊല്ലുന്നു എന്നല്ല, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം വെച്ച് അവനെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ സുദർശന ചക്രം അസാമാന്യ പ്രഭയുള്ളതാണ്. അപ്പൊ സുദർശന ചക്രം ശിശുപാലന്റെ നേർക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ ശിശുപാലന്റെ ഹൃദയം നിറയെ ഇരുട്ടാണ്.
ആ ഇരുട്ടിനെ സുദർശന ചക്രം ചെന്ന് പ്രകാശമയമാക്കി കൊടുത്തിട്ട് തിരിച്ചു ഭഗവാന്റെ അടുക്കലേക്ക് വരുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ സംഭവം. അതുകൊണ്ടാണ് നാരായണീയങ്കാരൻ ഭഗവാൻ ഇതൊക്കെ ഒരു ലീലയാണ്, ലീലയാലാണ് ഇതൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങേക്ക് ഇതൊക്കെ ഒരു ലീലയാണല്ലോ. അപ്പം ഭക്തജനങ്ങളെ, നിങ്ങൾ ഭഗവാന്റെ പാദത്തിൻ്റെ അടിവശം വണങ്ങണം. കാരണം അത് പാതാള ലോകം. നിങ്ങൾ ഭഗവാന്റെ പാദത്തിൻ്റെ മുകൾ വശവും വണങ്ങണം. അത് രസാതല ലോകം. അവിടെയാണ് അസുരന്മാരുള്ളത്. അസുരന്മാരെ സൃഷ്ടിച്ചതും ഭഗവാനാണ്. അവനെ ആസുരഭാവം നിറച്ചതും ഭഗവാനാണ്. ഭഗവാനെ എതിർക്കാനുള്ള മനസ്സ് ഉണ്ടാക്കി കൊടുത്തതും ഭഗവാനാണ്. എന്നിട്ട് ഒടുവിൽ ഭഗവാൻ അവനുമായി ലീലകളാടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഭഗവാൻ ഇന്നുവരെ വൈരാഗ്യത്തിൽ ഒരാളെപ്പോലും ഭഗവാൻ കൊന്നിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കൊല്ലുന്നവനും നീയേ, കൊല്ലിക്കുന്നവനും നീയേ, ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാനാണ്. അതാ നമ്മൾ പറയുന്നത്, എല്ലാം നീയേ ശ്രീകൃഷ്ണ, ദേവനും നീയേ ശ്രീകൃഷ്ണ, ദേവിയും നീയേ ശ്രീകൃഷ്ണ, അസുരനും നീയേ ശ്രീകൃഷ്ണ, ജലവും നീയേ ശ്രീകൃഷ്ണ, വായുവും നീയേ ശ്രീകൃഷ്ണ, സർവവും നീയേ ശ്രീകൃഷ്ണ, സർവവും നീയേ ശ്രീകൃഷ്ണ. ഇനി നമുക്ക് അവസാനത്തെ വരിയാണ് ഇല്ലേ? ഗുൽഫദ്വയം കലു മഹാതലം അത്ഭുതാത്മൻ. ഗുൽഫദ്വയം കണങ്കാല് രണ്ടും, ഗുൽഫം കണങ്കാല്. അപ്പൊ ഗുൽഫദ്വയം കണങ്കാല് രണ്ടും, കലു മഹാതലം, മഹാതലം എന്നത്രേ, കലു എന്നത്രേ, അത്ഭുതാത്മാൻ, അത്ഭുതാത്മാവായവനെ. അപ്പൊ നാലാമത്തെ വരിയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അല്ലയോ അത്ഭുതാത്മാവായവനെ, ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ പാദങ്ങളുടെ അടിഭാഗം പാതാളമെന്നറിഞ്ഞ് ഞങ്ങൾ പാദങ്ങളുടെ അടിഭാഗത്തെ വണങ്ങുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദങ്ങളുടെ മുകൾ ഭാഗം രസാതലമെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ പാദത്തിൻ്റെ മുകൾ ഭാഗവും വണങ്ങുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കണങ്കാലുകൾ രണ്ടും, അതാണ് അടുത്ത വരി, അങ്ങയുടെ കണങ്കാലുകൾ രണ്ടും മഹാതലമെന്ന അധോലോകത്തിലെ മറ്റൊരു ലോകമാണെന്നറിഞ്ഞിട്ട് ഭഗവാന്റെ കണങ്കാലുകളെ ഞങ്ങൾ വണങ്ങുന്നു ഭഗവാനെ. ശരിക്കും ഈ മഹാതലം സർപ്പങ്ങളുടെയും നാഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. പലതരത്തിലുള്ള സർപ്പങ്ങളുണ്ട്. ചില സർപ്പങ്ങൾക്ക് ചില ലോകം. ഇവിടെ കദ്രുദേവിയുടെ മക്കളായ സാക്ഷാൽ കാളിയനും തക്ഷകനും അനന്തനും സുഷേനനും കുഹുകനും ഒക്കെ എവിടാണ് വസിക്കുന്നത്? ഈ മഹാതലത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ ഇത് ആ സർപ്പങ്ങളുടെ മാത്രം ലോകമാണ്. അവർ കുടുംബസമേതം അവിടെ വസിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ, ഭഗവാന്റെ ശരീരത്തിലെ ഏത് ഭാഗമാണ് വന്ദനീയമല്ലാത്തത്? ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗവും കൈയെടുത്തു തൊഴേണ്ടതാണ് ഭക്തജനങ്ങളെ. ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗം തൊഴണം, കാരണം അത് പാതാളമാണ്. ഭഗവാന്റെ കാലിൻ്റെ മുകൾ ഭാഗം തൊഴണം, അത് രസാതലമാണ്. ഭഗവാന്റെ കണങ്കാലുകൾ, ഭഗവാന്റെ കണങ്കാലുകളാകട്ടെ കദ്രുദേവിയുടെ മക്കളായ കാളിയനും തക്ഷകനും അനന്തനാഗവും സുഷേനനും കുഹുകനും എല്ലാം വസിക്കുന്ന സ്ഥലമാണ്. അവരുടെ സ്വൈരവികാരം, അവർ കുടുംബത്തോടെ താമസിക്കുന്ന സ്ഥലമാണ് സാക്ഷാൽ ഭഗവാന്റെ കണങ്കാല്. അതുകൊണ്ട് ഭഗവാന്റെ ഏത് അവയവമാണ് വണങ്ങാൻ പറ്റാത്തതായിട്ടുള്ളത്? ഈ ഒരു ശ്ലോകത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. അല്ലയോ കൃഷ്ണഭക്തരെ, അല്ലയോ കൃഷ്ണന് പ്രിയപ്പെട്ടവരെ, അല്ലയോ ഗുരുവായൂരപ്പ ഭക്തരെ, നിങ്ങൾ കൃഷ്ണന്റെ പാദത്തിന്റെ അടിഭാഗം വണങ്ങണേ, അത് പാതാളമാ. കൃഷ്ണന്റെ പാദത്തിന്റെ മുകൾ ഭാഗം വണങ്ങണേ, അത് രസാതലമാണ്. കൃഷ്ണന്റെ കണങ്കാലുകൾ രണ്ടും വണങ്ങണേ, അതാണ് കദ്രുവിന്റെ മക്കള് താമസിക്കുന്ന മഹാതലമെന്ന് പറയുന്നത്. അങ്ങനെ അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ ഉൾക്കൊള്ളുന്നു.
ഭഗവാനെ, ഞങ്ങൾക്കത് വർണ്ണിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കൊന്നു മാത്രമേ പറ്റൂ, അങ്ങയെ സ്മരിക്കുക, അങ്ങയെ സ്മരിക്കുക, അങ്ങയെ പുകഴ്ത്തുക, അങ്ങയുടെ നാമങ്ങൾ പറയുക. അല്ലാതെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? കൃഷ്ണ കൃഷ്ണ, ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ. ഞാനും രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരും അങ്ങയുടെ പാദത്തിൻ്റെ അടിഭാഗം തൊട്ട് തൊഴുന്നേ, അങ്ങയുടെ പാദത്തിൻ്റെ മുകൾ ഭാഗം തൊട്ട് തൊഴുന്നേ. ഭഗവാനേ, ഞങ്ങൾ അങ്ങയുടെ കണങ്കാലുകൾ തൊട്ട് തൊഴുത് ഞങ്ങളുടെ കവിളുകൾ ആ കണങ്കാലിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ കൃഷ്ണ. ഗുരുവായൂരപ്പ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കൃഷ്ണ ഹരേ ജയ, 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 കൃഷ്ണ ഹരേ ജയ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.